നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ചക്കയപ്പം എന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി കുറച്ച് ഏലക്കായും തേങ്ങയും വെല്ലവും കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം അരിപ്പൊടി ഇങ്ങനെ ഇട്ട് കുഴച്ച് ഇങ്ങനെ എടുത്തു കേട്ടോ. ഡ്രൈ ആക്കി എടുക്കണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ സാധനം കൂടി ഇട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുത്ത് നമ്മൾ ഏലക്കായും തേങ്ങയും പിന്നെ വെല്ലവും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുത്തോട്ടെ. എന്നിട്ട് അതേ ചൂട് തന്നെ നമ്മളെ ചക്കവരട്ടിയില്ലേ അത് നല്ലോണം അങ്ങ് ഇട്ട് കൊടുത്തു. ചക്കവരട്ടി ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ടായിന്. എന്നാലും അമ്മമ്മേനെ വിളിച്ചാൽ അമ്മമ്മ പറഞ്ഞു ഈ ചക്കവരട്ടി എടുത്ത് നീ ചക്കയപ്പം ആക്കി വെക്ക്, അടിപൊളി ടേസ്റ്റാണെന്ന്. പണ്ടുള്ള ആൾക്കാർ അങ്ങനെയാ പോലും ചെയ്യല്. ഇങ്ങനെ ചക്കവരട്ടി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ കൊണ്ട് ചക്കയപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നു. അങ്ങനെ ഇലയെല്ലാം വാട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഈ വരട്ടി വെച്ച സാധനം ഒരു ഇലയിലേക്ക് പൊതിഞ്ഞ് എടുത്ത് സ്റ്റീം ചെയ്തെടുക്കുവാന്ന് കേട്ടോ വേണ്ടേ. അങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത് ഒന്ന് കഴിച്ച് നോക്കണം. എൻ്റെ സാറേ, ചക്ക ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സാധനം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ചക്ക വരട്ടി വീട്ടിലുണ്ടെങ്കിൽ വേഗം ഒന്ന് ഓടിപ്പോയി ആക്കി നോക്കിക്കോ. ചക്ക ഉണ്ടെങ്കിൽ ഇതേ